Hi students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പേജ് മേക്കറിൽ എന്താ എടുത്തത്? പേജ് ഡിഫറെൻറ്റ് ടൂൾസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കുറേ ടൂൾസ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ടൈപ്പ് മീൻസ് ടൈപ്പ് ടൂൾ. നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യണത്. അത് ടൈപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് കൂടുതൽ നമ്മൾ പേജ് മേക്കറിൽ എന്താ ചെയ്യണേ? നമുക്കറിയാം, ഈ നോട്ടീസ് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻസ് അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ ടി ടൂളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ടി ടൂള് മീൻസ് ഈ ടൈപ്പ് ടൂള് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഡിജിറ്റൽ മീഡിയ പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിജിറ്റൽ മീഡിയ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എന്താ നമുക്കിനി എന്തൊക്കെയാണ് ഫോണ്ടൊക്കെ മാറ്റണം, നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തു. നമുക്കിവിടെ ഫോണ്ട്, ഇവിടെ കൺട്രോൾ പാലറ്റ് താഴെ കാണുന്നില്ലേ? ഈ കൺട്രോൾ പാലറ്റിൽ ഇപ്പോൾ ഫോണ്ട് എന്താ ടൈംസ് ന്യൂ റോമൻ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റണ്ട. സൈസ് മാറ്റാം. 12 ആണ്. അപ്പോൾ നമുക്കധികം കാണാൻ പറ്റും. നമുക്ക് 24 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് അണ്ടർലൈൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറേ കണ്ട് ഈ ടീയുടെ താഴെ കുറേ കണ്ടിട്ടില്ലേ? ഇതിനൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ബി ഫോർ ബോൾഡ്. അപ്പോൾ സെലക്ട് ചെയ്ത് നമുക്ക് ബി കൊടുക്കാം. ബോൾഡ് ആയിട്ടുണ്ട്. ഐ സെലക്ട് ചെയ്ത് എന്താവും? ഇറ്റാലിക്സ് ആവും. ഇനി എനിക്ക് അണ്ടർലൈൻ വേണമെന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അണ്ടർലൈൻ യു സെലക്ട് ചെയ്തു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി എനിക്ക് ഇറ്റാലിക്സ് വേണ്ട. ഓക്കെ, അപ്പോൾ ബോൾഡിൽ അണ്ടർലൈൻ മതി. ഇനിയിപ്പോൾ നമുക്ക് എന്താ കൊടുക്കണ്ടേ? ഫോണ്ട് മാറ്റി. അതുമാതിരി ഇനിയിപ്പോൾ നമ്മൾ ഈ കൺട്രോൾ പാനലിൽ എടുത്ത സംഭവങ്ങൾ തന്നെ നമുക്ക് ടൈപ്പിലുണ്ട്. ഈ ടൈപ്പ് സെലക്ട് ചെയ്ത് നോക്കണ്ട. ഫോണ്ട് ഉണ്ട്. ഫോണ്ട് നമുക്ക് ഏത് ഫോണിലേക്കാണ് സെലക്ട് ചെയ്യാം. അതുപോലെ സൈസ് നമുക്ക് ഒന്നുകിൽ കൺട്രോൾ പാനൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് ഈ മുകളിൽ കണ്ടില്ലേ, ഈ മെനു ബാറിൽ ടൈപ്പ് സെലക്ട് ചെയ്ത സൈസ് ഉണ്ട്. ദെൻ ലീഡിങ് എന്താ നമുക്ക് നോക്കാം. ലീഡിങ് നോക്കുമ്പോൾ മുമ്പ് നമുക്ക് പറയാം. അതിന് മുമ്പ് ടൈപ്പ് സ്റ്റൈൽ ഏതാന്ന് നോക്കാം. നോർമൽ ആണോ, ബോൾഡ് ആണോ, ഇറ്റാലിക് ആണോ, അണ്ടർലൈൻ ആണോ, നമ്മളിവിടെ കണ്ടില്ലേ? അതേമാതിരി ഏതാ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ലീഡിങ് നമ്മൾ പറയാം. അതിന് മുമ്പ് ഇപ്പൊ എനിക്കിതിന് വേണ്ട. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാ നമുക്ക് മീൻസ് നിങ്ങൾ എന്താ സെലക്ട് ചെയ്യണമെന്ന് കാണിക്കാനായിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഞാനൊരു എന്താ പറയാ കുറച്ച് ടൈപ്പ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈം പോകുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കോപ്പി ചെയ്ത് വെക്കണേണ്. ഓക്കെ, നോളജ് ടൈപ്പ് ചെയ്ത സംഭവം കോപ്പി ചെയ്ത് വെക്കണേ. ഇനി ഇത് നമുക്ക് ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എന്താണ് ഫോണ്ട് സ്റ്റൈൽ നോക്കാം. ടൈംസ് ന്യൂ റോമൻ തന്നെയാണ്. സൈസ് മാറ്റാം. ഞാനൊരു 18ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 24 ആക്കിയിട്ടുണ്ട്. വേണ്ട, 18 മതി. 24 ആകുമ്പോൾ കുറച്ച് കൂടി പോയല്ലേ? ഓക്കെ, നമുക്ക് 18 മതി. അതേമാതിരി ബോൾഡ് ഒന്നും വേണ്ട, നമുക്ക് സാധാരണ തന്നെ മതി. ഇനി ഈ ലീഡിങ് നമ്മൾ നേരത്തെ വെച്ചില്ലേ? ഈ ലീഡിങ് എന്താ നോക്കാം. ടൈപ്പിൽ ലീഡിങ് സെലക്ട് ചെയ്യുമ്പോൾ ലീഡിങ്ങിൽ നമ്മൾ ലൈൻ സ്പേസിങ്ങിനാണ് കാണുന്നത്. ഓക്കെ, 18 ആണെങ്കിൽ ഒരു ചേഞ്ചസ് കണ്ടില്ലേ? നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ലീഡിങ് നോക്കി. ഇപ്പം 19 ആക്ക്. കണ്ട, കുറച്ച് ആ ഒരു സ്പേസ് വന്നു. ആ ഒരു സ്പേസ് നമ്മൾ ലീഡിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലൈൻ സ്പേസ് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യും? ഈ ടീയുടെ താഴെയില്ലേ? ടീയുടെ താഴെ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ആണ് ലെഫ്റ്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇതാണെന്നുണ്ടെങ്കിൽ എന്താ ലെഫ്റ്റിലാണ്. നമ്മൾ ഓൾറെഡി ലെഫ്റ്റ് അലൈൻമെന്റ് തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ നമുക്കിത് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഇത് നമുക്ക് ഒന്നുമില്ല ഇങ്ങനെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്കറിയാം സെലക്ട് ഓളിൽ എന്താ കൺട്രോൾ A കൊടുത്താൽ മതി. ഇപ്പോൾ സെലക്ട് ഓൾ ആവും. ഓക്കെ, ഇപ്പൊ നമ്മളിത് സെലക്ട് ചെയ്തു. എന്നിട്ട് ടൈപ്പില് അലൈൻമെന്റ് എടുത്ത് നോക്കാം. ഈ സെയിം തന്നെയാണ് നമ്മൾ മേളിലും പറയുന്നത്. ഇതാണ് ലെഫ്റ്റ് അലൈൻമെന്റ്, റൈറ്റ്, സെന്റർ. ഓക്കെ, അതേപോലെ നമുക്ക് ടൈപ്പില് അലൈൻമെന്റ് എടുത്ത് നോക്കാം. അവിടെ അലൈൻമെന്റ് കണ്ടില്ല? ഓക്കെ, കണ്ടു. ഇപ്പൊ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് കിടക്കുന്നത്? അലൈൻമെന്റ് ലെഫ്റ്റിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് അലൈൻമെന്റ് സെന്റർ കൊടുക്കാം. അലൈൻ സെന്റർ ആകുമ്പോൾ എന്താ സെന്ററിലേക്ക് അലൈൻ ചെയ്ത് വരും. ദെൻ അലൈൻ റൈറ്റ് ആണെങ്കിൽ റൈറ്റിലേക്ക് വരും. ഇനി എന്തായിരിക്കും? ജസ്റ്റിഫൈ ആണെങ്കിൽ ഓക്കെ, എല്ലാം സെയിം ഈക്വൽ ആയിട്ട് വരും. നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പം നോട്ടീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻവിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റിഫൈ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ലെഫ്റ്റ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യണേ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോൾ ജസ്റ്റിഫൈയിലാണ് കിടക്കുന്നത്. ഈ സെയിം നമ്മൾ ഈ ടൈപ്പിൽ അലൈൻമെന്റ് എടുത്ത് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതായത് ടൈപ്പിൽ അലൈൻമെന്റ് നോക്കണ്ട, അലൈൻ ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ,
പോസ്റ്റ് ജസ്റ്റിഫൈ കുറെ അലൈൻമെന്റ് ഉണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നോക്കി ഞാൻ സെലക്ട് ചെയ്തു, എല്ലാം സെലക്ട് ചെയ്തു, ലെഫ്റ്റിൽ കൊടുത്തു, ഇവിടുന്നാണെങ്കിൽ റൈറ്റിൽ, സെന്ററിൽ ജസ്റ്റിഫൈ. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇനി എന്താ, നമ്മളപ്പം ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കണം. അതായത് എന്തൊക്കെയാണ് ബോൾഡ് മീൻസ് നമുക്ക് സൈസ് മാറ്റാം, സ്റ്റൈല് മാറ്റാം, അതുപോലെ അണ്ടർലൈൻ വേണോ, അതൊക്കെ നമ്മൾ വേർഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ പേജ് മേക്കർ ചെയ്യുമ്പോൾ അതേ എന്താ പറയാ ചെയ്യണത് അതുപോലൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇനി കളർ കൊടുക്കണമെന്നായിരിക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു എന്താ പറയാ ഫിനാൻസ് എന്നുള്ളൊരു ഇത് കൊടുത്തു, ഹെഡിങ് കൊടുത്തു. ഹെഡിങ് കൊടുത്തിട്ട് അത് ഇതേപോലെ തന്നെ എന്താ ബോൾഡ് ടൈപ്പ് ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യാം, ടൈപ്പില് ഏരിയൽ കൊടുത്തു. ഓക്കെ, ഇനി അത് തന്നെ സൈസ് കൊടുക്കാം, 24 കൊടുത്തു. ഹെഡിങ് അല്ലേ, അപ്പൊ കുറച്ചിട്ട് കൊടുത്തു. ഇനി അതിൽ തന്നെ ബോൾഡ് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോ ഇവിടെ സെലക്ട് ചെയ്ത് ബോൾഡ് കൊടുത്തു. ഇനി എനിക്കിതിന് കളർ കൊടുക്കണം എന്നായിരിക്കും. എനിക്ക് ഹെഡിങ്ങിന് കളർ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിൻഡോയില്, അതായത് ഈ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് കളർ കൊടുക്കണമെങ്കിൽ വിൻഡോയില് ഷോ കളേഴ്സിൽ കളർ സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ബ്ലൂ കൊടുത്തു, ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ കളർ വന്നു. ഇനി നമ്മൾ ചെയ്ത ഹെഡിങ്ങിന് മാത്രമല്ല, നമ്മൾ ചെയ്തു വെച്ച എല്ലാത്തിനും കളർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് ഏത് കളറാ വേണ്ടേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കളർ കിട്ടി. ഇനി നമുക്ക് ഓരോ ഷേപ്പിനകത്താണ് ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പം റെക്ടാങ്കിൾ ഷേപ്പിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇത് ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡ്രോയിങ് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ ഷേപ്പിൽ വരച്ച് കളർ ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കൊരു പർട്ടിക്കുലർ ഷേപ്പിൽ കളർ മീൻസ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ റെക്ടാങ്കുലർ ഈ ഷേപ്പ് എടുക്കുക, എന്നിട്ട് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ആ ഷേപ്പ് വന്നു. ഇനി ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ ഷേപ്പിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഫോണ്ടും മീൻസ് ഫോണ്ട് സൈസും സ്റ്റൈലും എല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ടൈംസ് ന്യൂ റോമൻ തന്നെയാണ്, 16 കൊടുക്കും, അല്ലെങ്കിൽ 14 കൊടുത്തു, സൈസ് കൊടുത്തു, അതുപോലെ ബോൾഡ് വേണമെങ്കിൽ ബോൾഡ് കൊടുത്തു, എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ. ഇനി ഇതല്ല, എനിക്ക് വേറെ ഷേപ്പിലാണ് ചെയ്യേണ്ടത്. എന്താ പറയാ പോളിഗൺ ഷേപ്പിൽ, അല്ലെങ്കിൽ പോളിഗൺ ഷേപ്പിൽ, അല്ലെങ്കിൽ ഈ ഷേപ്പിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ഇത് ഡ്രോ ചെയ്തതിന് ശേഷം നമുക്ക് ടി മെനുവിൽ സെലക്ട് ചെയ്താൽ മാത്രമേ ടൈപ്പ് പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ടി മെനുവിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. ഇനി എനിക്ക് ആ ടൈപ്പ് ചെയ്യുന്നതിനകത്ത് കളർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇതുപോലെ വിൻഡോസിൽ കളർ എടുത്തിട്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ കളർ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും, പക്ഷെ ഷേപ്പിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ഷേപ്പാണ് എടുക്കേണ്ടത്. കണ്ട, ഇത് ഈ 3 എണ്ണമാണ് എടുക്കേണ്ടത്. എന്നിട്ട് ടി ക്ലിക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ എനിക്കതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിൽ ആരോ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. വീണ്ടും ആരോ ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇപ്പൊ നമ്മൾ പാരഗ്രാഫ് സെറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ ഷേപ്പിൽ സെലക്ട് ചെയ്യാം, ഷേപ്പിൽ ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മീൻസ് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അത് ഏത് അലൈൻമെന്റ് എടുക്കണമെങ്കിൽ ടൈപ്പിൽ അലൈൻമെന്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ, സെന്റർ വേണോ, അതുപോലെ ഓരോ സൈസ് മാറ്റി കൊടുക്കാം. അതുപോലെ ടൈപ്പ് ടീൽ ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ പാലറ്റ് വരണേ. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു പേജ് മേക്കറിൽ ടൈപ്പ് ചെയ്യുന്നത്. പാരഗ്രാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തും ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ പറ്റുള്ളൂ. അപ്പൊ ഓരോ നമ്മൾ എടുത്തിട്ട് സൈസ് മാറ്റലും, ഫോണ്ട് സൈസ് മാറ്റലും, അതുപോലെ എന്താണ് കളർ കൊടുക്കുന്നതും, പിന്നെ അതുപോലെ ലേഔട്ടിലല്ല ടൈപ്പിലാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് മാറ്റാം, ലീഡിങ് സ്പേസ് തന്നെയാണ് നമ്മൾ ഇവിടെയും എന്താ നമുക്ക് ലൈൻ സ്പേസ് കൊടുക്കാം, മാറ്റി കൊടുക്കാം. ഇവിടെ ഉണ്ട് ലൈൻ സ്പേസ് മാറ്റി കൊടുക്കണ്ടേ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു, ഈ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തു,
ഇത് നമുക്ക് ലൈൻ സ്പേസ് മാറ്റി കൊടുക്കാനാണ്. ഇപ്പൊ എത്ര 14.3 കിടക്കുന്നത്. ഇനി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സെയിം നമ്മൾ ഈ കൺട്രോൾ പാറ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ടൈപ്പിൽ അലൈൻമെന്റിൽ കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റൈൽ മാറ്റാം, അതുപോലെ ഏത് സ്റ്റൈലിലേക്ക് മാറ്റാം, അലൈൻമെന്റ് എങ്ങനെ വേണമെങ്കിലും മാറ്റാം, ദെൻ ടൈപ്പ് സ്റ്റൈൽ മാറ്റാം, നോർമൽ വേണം, ഇതൊക്കെ നമ്മൾക്ക് എന്താണ് നമുക്ക് ആ സമയത്ത് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.